അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പ്ലാന്റ് ബേസ്ഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുറ്റത്തിങ്ങനെ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ കുറേ സെയിലിനുള്ള ചെടികളുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് സെയിലിനുള്ള ചെടികൾ ഏതൊക്കെയൊന്ന് കണ്ടു നോക്കാം. ആന്തൂറിയം ഡബിൾ കളർ, ട്രിപ്പിൾ കളറൊക്കെ വരുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വയലറ്റ്, പിങ്ക്, ഡാർക്ക് പിങ്കും കൂടെ ഫ്ലവർ വരുന്ന ചെടിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ റീലോഡ് ആയിട്ടുണ്ട്. പിന്നെ ഓർക്കിഡും ഇതുപോലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ കളറിനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും നമുക്ക് റീലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണിക്കുന്ന ചെടികളിൽ സെയിം പ്ലാന്റിനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്ത ഉടനെ തന്നെ വന്നെങ്കിലേ നിങ്ങൾക്ക് ആ ഒരു സെയിം പ്ലാന്റ് കിട്ടുള്ളൂ. ആന്തൂറിയം പല കളറിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ അഗ്ലോണിമ ചെടികളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓരോ അഗ്ലോണിമ ചെടികളുടെയും റേറ്റ് ഞാൻ അതിൻ്റെ സൈഡ് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അഗ്ലോണിമ മാമ്പ എന്ന് പറഞ്ഞ ചെടിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ലൈറ്റ് ലെമണിൻ്റെ കളറാണ്. പിന്നെ നമ്മുടെ കയ്യിൽ കൂടുതലായിട്ടുള്ളത് ഫേണാണിപ്പോൾ. ഇത് നമുക്ക് നമ്മുടെ വരാന്തയിലൊക്കെ നല്ല ഭംഗിയുള്ള പോട്ടിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഫേണാണ്. ഇത് അത്യാവശ്യം വലിയ പ്ലാന്റുമാണ് കേട്ടോ. നല്ല പ്ലാസ്റ്റിക് പോലത്തെ ഒരു തരം ഫേണാണിത്. പിന്നെയുള്ളത് ഈ ഒരു കലാത്തിയാണ്. ഇതിൽ നിന്ന് ഒരു പ്ലാന്റ് വേണമെങ്കിൽ അങ്ങനെയും നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ 3 പ്ലാന്റുകളുണ്ട് ഈ ഒരു ചട്ടിയിൽ. ഇതിങ്ങനെ വേണമെങ്കിൽ അതിൻ്റെ റേറ്റ് നമ്മളവിടെ ചേർത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേണമെന്നുള്ളവർക്ക് നമ്മൾ പോട്ട് മാത്രം കളഞ്ഞ് ബാക്കി ശരിക്കും അതുപോലെ തന്നെ അയച്ചു തരുന്നതാണ് കേട്ടോ. ഇനി പോട്ടോട് കൂടെ വേണമെങ്കിൽ അങ്ങനെയും നമ്മൾ അയക്കുന്നുണ്ട്. പിന്നെയുള്ളത് അന്തിനിയാണ്. അന്തിനിയുടെ അത്യാവശ്യം മെച്ചോർഡായ വലിയ പ്ലാന്റാണിത്. നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റാണ്. ഇതിൽ 2 ചെടികളുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള 2 പ്ലാന്റുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെടിയാണിത്. പിന്നെയുള്ളത് ഇതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇനിയുള്ളത് പിങ്ക് പനാമയാണ് കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റും നല്ല ഭംഗിയുണ്ട്, ഹെൽത്തിയുമാണ്. ഇതും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്ലാന്റിൻ്റെ ഈ റേറ്റ് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെയുള്ളത് റെഡ് വാലൻറ്റൈൻ ആണ്. റെഡ് വാലൻറ്റൈൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകളാണ്. നല്ല കളർഫുള്ളായിട്ടുള്ള പ്ലാന്റാണ്. പിന്നെ നമ്മൾ കാണുന്നത് 10 ക്യാരറ്റിൻ്റെ കളർഫുള്ളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. അടുത്തത് ഗ്രീൻ എമറാൾഡിൻ്റെ ഹെൽത്തിയായ വലിയ പ്ലാന്റുകളാണ്. നമ്മുടെ കയ്യിലുള്ളതെല്ലാം ഗ്രീൻ എമറാൾഡിൻ്റെ വലിയ പ്ലാന്റാണ്. അതുപോലെ തന്നെ റെഡ് പനാമയുടെ ബുഷിയായിട്ടുള്ള പ്ലാന്റാണിത്. ഇനിയും നമ്മുടെ കയ്യിൽ അന്തിനിയുടെ മറ്റ് ചെടികൾ സെയിലിനുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ചെടിയും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ലെഗസിയുടെ ഗ്രീനും അതുപോലെ തന്നെ പിങ്കും ഉണ്ട്. പിന്നെ നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ പാമാണിത്. ഇതും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. പിന്നെ ബ്ലാക്ക് മൂൺ ലൈറ്റിൻ്റെ നല്ല കരുത്തുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റാണിത്. ഇതും ഗ്രീൻ എമറാൾഡിൻ്റെ മറ്റൊരു പ്ലാന്റാണ് കേട്ടോ. പിന്നെയുള്ളത് ഈ ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുണ്ട് ഈ ഒരു ചെടി കാണാനായിട്ട്. പിന്നെ ലക്കാച്ചിയുടെ പ്ലാന്റാണ്. ഇത് വലിയ പ്ലാന്റാണ് കേട്ടോ. ഇത് വലിയ പോട്ടിലാണ് നട്ടിരിക്കുന്നത്. ഇതിന് തൈയൊക്കെ വന്നു തുടങ്ങിയ പ്ലാന്റാണ്. പിന്നെ സിയാം പാരഗണൻ്റെ നല്ല അടിപൊളി പ്ലാന്റാണിത്. പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റാണ്. ഇത് നമ്മൾ ഓരോ പ്ലാന്റായിട്ട് കൊടുക്കുന്നതാണ്. അതുപോലെ ഈ ഒരു പ്ലാന്റും നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. നല്ല കളർഫുള്ളായിട്ടുള്ള 3 ഒരേ ടൈപ്പ് പ്ലാന്റുകളാണ്. പിന്നെയുള്ളത് ഇതാ ഈ ഒരു വയലറ്റ് കളറ് ആന്തൂറിയം. നല്ല ഡാർക്ക് വയലറ്റിൻ്റെ ചെടിയാണ്. നല്ല വലിയ ലീഫുകളൊക്കെയാണ്. പിന്നെയുള്ളത് ഇതുപോലെ 3 കളർ വരുന്ന ചെടിയാണ്. ലൈറ്റ് പിങ്കും വൈറ്റും വയലറ്റും കൂടെ. പിന്നെയുള്ളത് ഈ ഒരു ചെടിയാണ്. ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ ഫ്ലവറിൻ്റെത് റെഡും ചോദിച്ചിട്ടുണ്ടായിരുന്നു. റെഡ് നമ്മുടെ കയ്യിൽ എത്തിയിട്ടില്ല. പിന്നെ നമുക്ക് 10 ക്യാരറ്റിൻ്റെ അടിപൊളി പ്ലാന്റ് വീണ്ടും ഉണ്ട്. ഇതൊക്കെ വലിയ പ്ലാന്റുകളാണ് കേട്ടോ. നമ്മളൊരു ചട്ടിയിൽ വെച്ച് കൊടുത്താൽ തിക്കായി ആ ചട്ടി നിറഞ്ഞു നിൽക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. ഇതും അതുപോലെ നല്ല തിക്കായിട്ടുള്ളതാണ്. ഇനിയുള്ള പ്ലാന്റ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റാണ്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഗ്രീൻ ലെഗസിയാണ്. പിന്നെ വിധൂരിയുടെ പ്ലാന്റാണ്. നല്ല ഭംഗിയായിട്ട് വരുന്നൊരു പ്ലാന്റാണിത്. പിന്നെയുള്ളത് പിങ്ക് സ്പ്ലാഷിൻ്റെ
മെച്ചോർഡായ പ്ലാന്റാണ്. പിന്നെ ഉള്ളത് ഈ ഒരു കലാത്തിയാണ്. ഇതിലും 2 ചെടികളുണ്ട്. ഇതുപോലെ ഒരു ചെടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ തരുന്നതാണ് കേട്ടോ. പിന്നെ കലാത്തിയ, അഗ്ലോണിമ, ആന്തൂറിയം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ ഉണ്ട്. വെർമിക്കുലേറ്റ് അഗ്ലോണിമ ചെടിക്കോ ആന്തൂറിയത്തിനൊക്കെ വളരെ നല്ലൊരു വളമാണ്. അതൊക്കെ നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിന് റെഡിയാണ് കേട്ടോ. അതുപോലെ തന്നെ പെർലൈറ്റ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതും നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട്. അഗ്ലോണിമ ചെടികൾ ആന്തൂറിയമൊക്കെ നടുമ്പോൾ വേര് ചെയ്യാതിരിക്കാനും അതുപോലെ നല്ല വളർച്ച കിട്ടാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ പെർലൈറ്റ്, വെർമിക്കുലേറ്റ് ഒക്കെ ചേർക്കുന്നത്. ഇനി അതുമല്ല, നമ്മുടെ കയ്യിൽ പോട്ടി മിക്സും സെയിലിന് റെഡിയാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇതിലിഷ്ടപ്പെട്ട ചെടികളോ അല്ലെങ്കിൽ വളം, പെർലൈറ്റ് എന്നിങ്ങനെയുള്ള സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യാം. നിങ്ങൾ അയച്ച സെയിം പ്ലാന്റ് തന്നെ DTDC കൊറിയർ സർവീസ് വഴിയോ അല്ലെങ്കിൽ നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴിയോ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. എല്ലാവരുടെ വീട്ടുമുറ്റത്തും ഒരു ചെറിയ ഗാർഡൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.